വെൽക്കം ടു ദ ചാനൽ ഫാക്ട് എ ആകാശ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് പഠിക്കാൻ പോകുന്നത്. മാത്സിൻ്റെ ഈസിയായിട്ട് നിങ്ങൾക്ക് മേടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 6 മാർക്കാണ്. ഷുവർ ക്വസ്റ്റ്യനാണ്. ഇപ്പം LPP ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കേട്ടോ. ഒരൊറ്റ ചോദ്യം അവസാനം, ഏറ്റവും ഒരു അവസാനം നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാവുന്ന ഒരു ഈസി മോഡ് ക്വസ്റ്റ്യനാണ് ഇത്. 6 മാർക്കിനാണ് ചോദിക്കുക സാധാരണ. അല്ല, 6 മാർക്കിനാണ് ടോട്ടലി ചോദിക്കാറ്. അപ്പം നമുക്ക് ചോദ്യം നോക്കാം. സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. മാക്സിമൈസ് z equal to 4x plus y subject to the constraints x plus y less than 50, 3x plus y less than 19 or equal to 19, x greater than or equal to 0, y greater than or equal to 0. അപ്പം നമുക്ക് ഇത് അവസാനത്തെ ഒരു ഭാഗമാണ്. ഈ ഒരു സാധനം നമുക്ക് ഇപ്പം വേണ്ടത് ഈ ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിനെ രണ്ടിനെയും ഈക്വൽ ടു ആയിട്ട് എഴുതാം. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 50. ഓക്കെ, 3x പ്ലസ് വൈ ഈക്വൽ ടു 90 ഇങ്ങനെ വരും. എക്സും വൈയും അത് നോക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇതിന് ഒരു കോളം വശമെടുക്കാം. രണ്ട് കോളം വരച്ചെടുക്കാം. എക്സും വൈ ഇട്ട് കൊടുക്കാം. ഇനി എക്സിന് 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഈ സെയിം പോകും. അപ്പോൾ വൈ ഈക്വൽ ടു 50 എന്ന് വരും. അതുപോലെ വൈക്ക് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരാം? എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. അല്ല, എക്സ് ഈസ് ഈക്വൽ ടു 50 എന്ന് വരും. സോറി. അപ്പം ഇതുപോലെ തന്നെ അടുത്ത ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് പോവാം. 3 ഇൻറ്റു 0, ഇപ്പം ഫുൾ ഫോം 0 ആയി പോകും. അപ്പോൾ വൈ ഈക്വൽ ടു 90 വരും. ഇനി വൈക്ക് 0 ഇട്ട് കൊടുത്ത് വൈക്ക് 0 ഇടുമ്പോൾ ഇവിടെ 3 വരും. ഓക്കെ, 3 ഇൻറ്റു എക്സ് വരും. ഈ വൈ ഫോം പോയി ഈ 3 ഇപ്പോഴത്തെ സൈഡിലോട്ട് പോകുമ്പോൾ ഇവിടെ ഇൻറ്റു ചെയ്തുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം 90/3 ചെയ്യുമ്പോൾ ഇവിടെ 30 വരും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എക്സ് 3 കിട്ടും. അപ്പം പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? 0,50, 50,0. അതുപോലെ 0,90, 30,0. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് പുട്ട് 0,0 ഇട്ട് കൊടുക്കാം. അതായത് ഒരു ഇത് കറക്റ്റാണോ നോക്കണ്ടേ. അപ്പം പുട്ട് 0,0 ഇട്ട് കൊടുക്കാം. രണ്ടിനും പുട്ട് 0,0 ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഇക്വേഷൻ ലെസ് ദാൻ ഈ ഇക്വേഷൻ ഒന്ന് എഴുതിയെടുക്കാം. അതായത് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 50. അപ്പം എക്സിനും വൈക്കും 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 ലെസ് ദാൻ 50 എന്ന് വെക്കും. ഇത് ട്രൂ ആണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൂ ആണ്. അതുപോലെ ഇതിന് ഈ ഒരു ഇതിനും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇനി ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോയിൻറ്റ്സ് ഒന്ന് ഓർമ്മിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിൻറ്റ്സ് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എൻ്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. അത് ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഇതുണ്ടോ, ഇവിടെ പോയിൻറ്റ്സ് തന്നിരിക്കുന്നത് 0,50, 50,0, 0,90, 30, 30, 10 ഒക്കെ നമുക്ക് അങ്ങനത്തെ ഒരു പോയിൻറ്റ്സാണ് വരുന്നത്. അതായത് 10, 20, 30. അതാണ് ഞാൻ ഇതുണ്ടോ ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നത്. 10, 20, 30, 40, 50, 60 അങ്ങനെ എക്സിനും വൈക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതാണ് ഞങ്ങൾ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് 0,50 ആണ്. 0,50 ആണ് വേണ്ടത്. അപ്പം 0, ഇവിടെ 0,50 ഞാൻ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. 50,0 പോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വരച്ചെടുക്കാം. അതായത് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. കറക്റ്റായിട്ട് കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് ആ ഒരു വരയുടെ സൈഡിലായിട്ട് എഴുതി കൊടുക്കുക നമ്മുടെ ഇക്വേഷൻ. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 50 ഇതങ്ങോട്ട് എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ടു അത് ഞാൻ കൊടുക്കാം. ഇനി അടുത്ത പോയിൻറ്റ്സ് നോക്കാം. അതായത് 0,90, അതായത് എക്സ് ആക്സിസിൽ 0യും വൈ ആക്സിസിൽ 90. അപ്പോൾ ഈ ഒരു പോയിൻ്റ് വരും. അതുപോലെ 30,0. അപ്പം ഈ ഒരു പോയിൻ്റ് വരും. നമുക്ക് ക്രോസ് ആയിട്ട് വരച്ചെടുക്കാം. കറക്റ്റായിട്ട് വരച്ചെടുത്താൽ നമുക്ക് അത്ര മാർക്ക് കൂടുതൽ കിട്ടും. അപ്പം ഞാൻ 2 വരെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും കൂടെ പേര് എഴുതി കൊടുക്കാം. അല്ലേ, 3x plus y = 90.
അപ്പോൾ നമുക്ക് ഇത് നമുക്കുണ്ട്. ഇനി നമുക്ക് ഫീസിബിൾ റീജിയൻ വരച്ചെടുക്കുക. അതായത് ആദ്യം നമുക്ക് കോർണർ പോയിൻറ്റ്സ് എന്ന് കണ്ടുപിടിക്കുക. അതായത് ഇത് 0 ആണ്, 0,0 തന്നെ വരും. ഞാനിവിടെ എ എന്ന് കൊടുക്കുകയാണ്, ബി എന്ന് കൊടുക്കുകയാണ്, അതുപോലെ സി എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് 30,0 ആണ്. കാരണം എക്സ് ആക്സിസിലാണ് 30 വന്നേക്കുന്നത്. അപ്പോൾ 30, ഇത് എക്സ് ആക്സിസ് വൈ ആക്സിസ് വരും. ഓക്കെ, 30,0 എന്ന് വരും. ഇനി ബി ഒന്ന് നോക്കാം. ബി നമുക്ക് ആ പോയിന്റിൽ ഏത് പോയിന്റ് ഇതുണ്ടോ കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 20, ഇത് എക്സ് ആക്സിസിൽ 20 വരും, വൈ ആക്സിസിൽ 30 വരും. അപ്പോൾ 20,30 എന്ന് വരും. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ 0,30 അല്ലേ, സോറി 0,30 എന്ന് വരും. അതായത് 0 എക്സ് ആക്സിസിലാണ്, 50 എന്ന് വരും. സോറി, മിസ്റ്റേക്കാണ്, 50 എന്ന് വരും. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ പോയിൻറ്റ്സ് ഒന്ന്, അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫീസിബിൾ റീജിയൻ വരയ്ക്കാം. അതായത് ഫീസിബിൾ റീജിയൻ വരയ്ക്കാം. അതായത് ഇതുണ്ട്, ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നമുക്കിവിടെ ഇസ് ട്രൂ ആണ് കിട്ടിയത്. കണ്ടോ, ഇത് രണ്ട് ട്രൂ ആണ്. അപ്പോൾ ട്രൂ എന്ന് പറയുമ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് ട്രൂ വരച്ചെടുക്കാം. അതായത് നമ്മൾ ഫസ്റ്റിൽ ഇങ്ങനെ ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ഫീസിബിൾ റീജിയൻ കിട്ടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഞാൻ മൊത്തത്തിൽ വരയ്ക്കുന്നില്ല, ഞാൻ കൺഫ്യൂഷൻ ആയി കേട്ടോ. അപ്പം ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്നിടത്താണ് ഫീസിബിൾ റീജിയൻ നമുക്ക് കിട്ടുക. അപ്പം അത് ഇത്ര കിട്ടിയതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. ഓക്കെ, ഫീസിബിൾ റീജിയൻ കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് കോർണർ പോയിൻറ്റ്സും ഒരു ബോക്സ് വരച്ചെടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ബോക്സ്, ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ബോക്സ് വരച്ചിട്ടുണ്ട്. കോർണർ പോയിൻറ്റ്സും Z = 4x+y. ഈ 4x+y എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യത്തിൻ്റെ ഇവിടെ കിടപ്പുണ്ട്. അതാണ് ഞാൻ ഇവിടെ ഏറ്റവും അവസാനം വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതാണ് അവിടെ വെച്ചേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കോർണർ പോയിൻറ്റ്സ് ആദ്യം എഴുതി കൊടുക്കാം. 0,0, A, 30,0, B 20,30, ആൻഡ് ലാസ്റ്റത്തത് C 0,15 വരും. ഇങ്ങനെയാണ് നമുക്ക് പോയിന്റ് വരാം. ഇനി നമുക്ക് എക്സിനും വൈക്കും, അതായത് എക്സിനും വൈക്കും ഓരോ, ഇതാണ് എക്സും വൈ കേട്ടോ, എക്സും വൈക്കും ഇത് ഇട്ട് കൊടുക്കാം. ഇവിടെയൊക്കെ എക്സിന്, അതായത് ഫസ്റ്റത്തെ നമുക്ക് എന്തായാലും Z = 0 തന്നെ കിട്ടുള്ളൂ. അടുത്തത് x4 × 13 + 0 എന്താ വരിക, 4 × 13 എത്ര, 120. അപ്പോൾ 120 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് കിട്ടി. അതുപോലെ തന്നെ അടുത്ത രണ്ടെണ്ണം കണ്ടുപിടിക്കാം. x4 × 20 + 30. അപ്പോൾ നമുക്ക് ആൻസർ വരാം 110. ഓക്കെ, അപ്പം ലാസ്റ്റ് നമുക്ക് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും എന്താ വരിക, Z = 200 എന്ന് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ എന്താ ചോദിച്ചത്, മാക്സിമൈസ്. അപ്പം മാക്സിമം വാല്യൂ ഏതാണെന്ന് ഇത് കണ്ടുപിടിക്കുന്നത്. ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതാണ് മാക്സിമം വാല്യൂ. ഇനി അവസാനമായിട്ട് നിങ്ങളൊരു കാര്യം എഴുതണം, എന്നാലേ ഇത് പൂർത്തീകരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, അപ്പം ഇതെന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ, കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദ മാക്സിമം വാല്യൂ ഈസ് 200 അറ്റ് ഏത് പോയിന്റിലാണ്, C 30,0 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 6 മാർക്ക് വീഴും. ഓക്കെ, അപ്പം ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഒരു 5-3 പ്രാവശ്യം ചെയ്ത്, അല്ല 5-6 പ്രാവശ്യം ചെയ്താൽ, അല്ല 3-4 പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.